നിങ്ങൾ എവിടെ വെച്ചിട്ടാലും ചേച്ചിക്കുട്ടീനെ കാണുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോ പ്രോഡക്റ്റും വാങ്ങി ഹെൽപ്പ് ചെയ്യണം. കാരണം അവർ ഈ വെയിലത്തൊക്കെ നമുക്കറിയാലോ, ഒരാൾ ജോലി ചെയ്യുന്നെങ്കിൽ അവരൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പം അവരെ കൊണ്ട് പറ്റുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ജീവിതാദ്യമൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഒരുപാട് പറയാനുണ്ട് ചേച്ചിക്ക്. ഇത്ര സമയം എന്നോട് സംസാരിക്കുകയായിരുന്നു. ഈ സങ്കടമുണ്ട്. എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വീഡിയോയിലൂടെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചേച്ചിക്കുട്ടിനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. എവിടെ ആര് കണ്ടു കഴിഞ്ഞാലും ഓരോ പ്രോഡക്റ്റ് വാങ്ങണം. അപ്പോൾ ഓക്കെ ചേച്ചി. അപ്പോൾ അയ്യോ അങ്ങനെയൊന്നുമില്ല, ചേച്ചിക്കുട്ടി കാര്യമൊന്നും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഓരോരുത്തരുണ്ട്, ഒരുപാട് നല്ല മനുഷ്യരുള്ള ഒരു കൊച്ചു കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും, അതിലൊന്നും സങ്കടം വേണ്ട. കാരണം ചേച്ചി ജോലി ചെയ്തിട്ട് അധ്വാനിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അയ്യോ ഒരിക്കലും അങ്ങനെ സങ്കടപ്പെടണ്ടപ്പാ. ഹായ്, എന്നാണ്ട് ചേച്ചി? ഞങ്ങളെ കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഞങ്ങളെ പ്രോഡക്റ്റ് ഒന്ന് നോക്കിയിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആയിക്കോട്ടെ, ഞാൻ നോക്കിയേക്കാം. ചേച്ചിക്കുട്ടിയുടെ പേരെന്നാ? എൻ്റെ പേര് സുനിധിയാണ്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഞാൻ പേരാജ് ബ്രാഞ്ചിൽ തന്നെയാണ്. പേരാജ് ബ്രാഞ്ച്. വീട് എവിടെയായിരുന്നു? വീട് ഇരിട്ടിയിലാണ്. ഇരിട്ടി. ഭരത് ഗണേഷ് എന്നാണ്. പേരാവൂർ തന്നെയാണോ കമ്പനി? നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണോ? അപ്പം കണ്ട എല്ലാ പ്രോഡക്ട്സും ഉണ്ട് കേട്ടോ. നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. കണ്ട നമ്മൾ പഴയ കാലത്തൊക്കെ പല്ല് തേക്കുന്ന നമ്മൾ ആ പൊടിയില്ല, വെള്ളപ്പൊടി, അതല്ലേ ചേച്ചി? അപ്പം അത് മുതൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഒരു വീട്ടിലേക്ക് നമുക്ക് ബാത്റൂം ക്ലീനിങ്ങും എല്ലാ സംഭവങ്ങളുണ്ട്. ഇത് കണ്ട നമ്മളെ ഓട്ട് ഉരുളികളും പിന്നെ നമ്മളെ നിലവിളക്കൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ ഇതാണ്. അപ്പം നമ്മൾ ഇതെന്നാ? അത് നാൽപ്പാമരം ജെല്ല്. അത് നാൽപ്പാമരം ജെല്ലാണ്. അപ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മളെല്ലാം വെയിലും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ്. നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ച് ഓരോ പ്രോഡക്റ്റ് എടുത്ത് സഹായിക്കണമെന്ന്. ചേച്ചിക്കുട്ടിയുടെ ആ ചിരി തന്നെ ഉണ്ടില്ല. കാരണം അത്രയും വെയിലത്തായിരുന്നു ചേച്ചിക്കുട്ടി നടന്നുകൊണ്ട് വന്നത്. അപ്പം വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ചേച്ചി വാ കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ഒക്കെ വലിയ സന്തോഷം.